കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഹരിയാന സർക്കാർ പ്രശംസനീയമായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിൽ 9750 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപത്തിന് ഏറ്റവും മികച്ച സംസ്ഥാനമായി ഹരിയാന ഉയർന്നുവരുന്നതായും ഇത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. एनडीए सरकार 400 पार। लोकतंत्र में सीटों का महत्व तो है ही, लेकिन मेरे लिए उसके साथ साथ जनता जनार्दन का आशीर्वाद ये मेरे लिए बहुत बड़ी पूंजी है. अब मुझे आने वाले सालों में भारत को दुनिया की तीसरी सबसे बड़ी आर्थिक ताकत बनाने के लिए आपके आशीर्वाद चाहिए. വികസിത ഭാരതമാകുന്നതിന് ഹരിയാനയുടെ വികസനം വളരെ പ്രധാനമാണ്. റോഡ്, റെയിൽ ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മാത്രമേ ഹരിയാനയുടെ വികസനം സാധ്യമാകുകയുള്ളൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി. G20 ഉച്ചകോടി വിജയകരമായതും ഇന്ത്യയുടെ പതാക ചന്ദ്രനിലെത്തിയതും ജനങ്ങളുടെ അനുഗ്രഹത്താലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം സ്വപ്നം കണ്ട രാമക്ഷേത്രം ഇന്ന് അയോധ്യയിൽ യാഥാർത്ഥ്യമായി. 3ാം വട്ടം BJP അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കാൻ ജനങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. റെവാരിയിൽ നടക്കുന്ന ചടങ്ങിൽ നഗരഗതാഗതം, ആരോഗ്യം, റെയിൽ, ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ഏകദേശം 5450 കോടി രൂപ ചെലവിൽ 28.5 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഗുരുഗ്രാം മെട്രോ റെയിൽ പദ്ധതിയാണ് രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളിലൊന്ന്. റെവാരിയിൽ എയിംസിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 1650 കോടി രൂപ ചെലവിൽ 203 ഏക്കർ സ്ഥലത്താണ് എയിംസ് നിർമ്മിക്കുന്നത്. 240 കോടിയോളം രൂപ ചെലവിൽ കുരുക്ഷേത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്യോതിസർ അനുഭവ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. നിരവധി റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും സംസ്ഥാനത്തെ റെയിൽവേ ലൈനുകളുടെ ഇരട്ടിപ്പിക്കലിനും അദ്ദേഹം തുടക്കം കുറിച്ചു.